കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ എന്ന സ്ഥലം ആദിപരാശക്തിയായ മൂകാംബിക ദേവിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണ്. ദേവിയുടെ 3 ഭാവങ്ങൾ സരസ്വതി, ലക്ഷ്മി, കാളി എന്നിവ നിങ്ങൾക്കിവിടെ ദർശിക്കാൻ കഴിയും. സ്വയംഭൂവായ ശിവവിഗ്രഹത്തിന്റെ വലതുഭാഗം ബ്രഹ്മദേവനും വിഷ്ണുവും വിരാജിക്കുമ്പോൾ ഇടതുഭാഗം ആദിപരാശക്തിയായി മൂകാംബിക ദേവിയും നിലകൊള്ളുന്നു. ഒരിക്കൽ കോലൻ എന്ന മഹർഷി ദേവിയെ തപസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം തന്നെ വേറൊരു അസുരനും തപസ് ചെയ്യാൻ തുടങ്ങി. അസുരന് വരം കിട്ടിയാൽ ലോകനാശം വരുമെന്ന് മനസ്സിലാക്കിയ സരസ്വതി അസുരനെ മൂകനാക്കി. അതിൽ കോപം വന്ന മൂകാസുരൻ തോല മഹർഷിയെയും ദേവി ഉപാസകരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. കലിപൂണ്ട ദേവി മൂകാസുരനെ വധിച്ചു. മൂകാസുരനെ വധിച്ചതിനാൽ ദേവി മൂകാംബികയായും സ്ഥലത്തിന് കൊല്ലൂർ മൂകാംബിക എന്ന പേര് വരികയും ചെയ്തു. മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം അവിടത്തെ സ്വയംഭൂവായ ശിവലിംഗത്തിൽ ആദിപരാശക്തിയായി ദേവി നിലകൊള്ളുകയും ചെയ്തു. മറ്റൊരു കഥ ആദി ശങ്കരനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആദിപരാശക്തിയായ ദേവിയെ കേരളത്തിൽ കൊണ്ടുവരാൻ അതിയായി ആഗ്രഹിച്ച ശങ്കരൻ കാൽനടയായി ഘോരവനത്തിലൂടെ കുടജാദ്രി എന്ന സ്ഥലത്ത് എത്തുന്നു. അവിടെ ചിത്രമൂല എന്ന ഭാഗത്ത് ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുന്നു. എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ച ദേവിയോട് എന്നോടൊപ്പം കേരളത്തിൽ വരാൻ ആവശ്യപ്പെടുന്നു. ആവശ്യം അംഗീകരിച്ച ദേവി പറഞ്ഞു, അല്ലയോ ശങ്കര, ഞാൻ വരാം. പക്ഷേ അവിടെ എത്തുന്നവരെ എന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അഥവാ നോക്കിയാൽ ഞാൻ അവിടെ കുടികൊള്ളും. ദേവിയുടെ വാക്കുകൾ ഭക്തിയോടെ അംഗീകരിച്ച ശങ്കരൻ മുന്നിലും ദേവി പുറകിലുമായി യാത്ര ആരംഭിച്ചു. ദേവിയുടെ ചിലങ്ക ശബ്ദം കേട്ടുകൊണ്ടാണ് യാത്ര. എന്നാൽ കുറേ ദൂരം ചെന്നപ്പോൾ ദേവിയുടെ ചിലമ്പിന്റെ ശബ്ദം കേൾക്കാതെയായി. ദേവി പുറകിലുണ്ടോ എന്നറിയാൻ ശങ്കരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി തൊട്ടു പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയതിനാൽ ദേവി കുടജാദ്രിയിൽ കുടികൊള്ളാൻ തീരുമാനിച്ചു. ശങ്കരന്റെ അഭ്യർത്ഥന പ്രകാരം കുറച്ചു സമയം പ്രഭാതത്തിൽ ശക്തിപീഠമായ ചോറ്റാനിക്കരയിൽ വന്നുകൊള്ളാമെന്ന് സമ്മതിച്ചു. പ്രഭാതത്തിൽ പൂജാ സമയത്ത് കുറച്ചു നേരം ദേവി ചോറ്റാനിക്കരയിൽ വന്നു പോകുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഒട്ടനവധി ഉപദേവതകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വീരഭദ്രൻ, ഹനുമാൻ സ്വാമി, കൃഷ്ണൻ, മുരുകൻ, ഗണപതി, നാഗദൈവങ്ങൾ എന്നിവരെ നിങ്ങൾക്കിവിടെ ദർശിക്കാൻ കഴിയും. ക്ഷേത്രത്തിന് പുറത്ത് ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. മൂകാംബികയിൽ വരുന്നവർ ഇവിടത്തെ ഗണപതിയെ കുമ്പിട്ട് തൊഴാൻ മറക്കരുത്. ക്ഷേത്രത്തിൽ ഒട്ടനവധി വഴിപാടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നെയ്വിളക്ക് കത്തിക്കൽ. നെയ്വിളക്ക് കത്തിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ദേവി നിങ്ങളുടെ ദുരിതങ്ങൾ മാറ്റുമെന്നാണ് വിശ്വാസം. ഇവിടത്തെ കുങ്കുമത്തിന് അഭൂതപൂർവമായ ശക്തിയുണ്ട്. കുങ്കുമാർച്ചന ദേവിയുടെ ഇഷ്ട വഴിപാടാണ്. പ്രഭാതത്തിലെ സരസ്വതി പൂജയ്ക്ക് ശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് ചെന്നാൽ അവിടെ നിന്ന് തിരുമധുരം ലഭിക്കും. ബുദ്ധിക്കും അറിവിനും ഏറ്റവും നല്ല ഔഷധമാണ് ഈ പ്രസാദം. അതുകൊണ്ട് തന്നെ പൂജ കഴിഞ്ഞാലുടൻ ഈ പ്രസാദം കഴിക്കാനായുള്ള ജനത്തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഇനി മൂകാംബികയിൽ പോകുമ്പോൾ ഈ പ്രസാദം കഴിക്കാതിരിക്കരുത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ്. അതുപോലെ വേറൊരു പ്രസാദമാണ് കഷായ തീർത്ഥം. ഒരു ദിവസത്തെ അവസാന പൂജയ്ക്ക് ശേഷം ക്ഷേത്രം അടയ്ക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ പ്രസാദം വിതരണം ചെയ്യുന്നത്. 8-നും 8:30-നും ഇടയിലാണ് സാധാരണ ഇത് വിതരണം ചെയ്യുന്നത്. ചിലപ്പോൾ പൂജയുടെ ദൈർഘ്യം കാരണം മുന്നിലേക്കോ പിന്നിലേക്കോ ആകാം. ഇത് സേവിച്ചാൽ ആയുസ്സും ആരോഗ്യവും കൂടുമെന്നാണ് വിശ്വാസം. ഇവിടത്തെ ശീവേലി എഴുന്നള്ളിപ്പ് വളരെ പ്രശസ്തമാണ്. ദേവിയെ അണിയിച്ചൊരുക്കി വാദ്യഘോഷങ്ങളാൽ എഴുന്നള്ളിക്കുന്നത് നയനാഭിരാമമായ ഒരു കാഴ്ചയാണ്.
രഥത്തിലും ദേവിയെ എഴുന്നള്ളിക്കാറുണ്ട്. നവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ സ്വർണരഥത്തിലുള്ള യാത്രയും ഭക്തർക്ക് കാണാൻ കഴിയും. വിദ്യാരംഭത്തിന് പ്രശസ്തമാണ് മൂകാംബിക. ഇവിടത്തെ സരസ്വതി മണ്ഡപത്തിൽ ഒരു സരസ്വതി വിഗ്രഹമുണ്ട്. അതിനു മുന്നിൽ വച്ചാണ് വിദ്യാരംഭം ക്ഷേത്ര പുരോഹിതന്മാർ നടത്താറുള്ളത്. കലയുടെ ദേവിയായതിനാൽ ഒട്ടനവധി കലാകാരന്മാരും കലാകാരികളും ഇവിടെ ഒട്ടനവധി കലാപരിപാടികൾ ദേവീ സമക്ഷത്തിൽ നടത്തി പുണ്യം നേടാറുണ്ട്. സരസ്വതി മണ്ഡപത്തിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഹോമപ്പുരകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടത്തെ ചണ്ഡികാ ഹോമം വളരെ പ്രശസ്തമാണ്. ശത്രു സംഹാരത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഈ ഹോമം വളരെ നല്ലതാണ്. $20,000 മുതൽ $30,000 വരെയാണ് നിരക്ക്. ചണ്ഡികാ ഹോമത്തിന് നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ പണമടച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ഏകദേശം 5-5.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഓരോ യാഗവും. ക്ഷേത്ര പൂജാരിമാർ മന്ത്രോച്ചാരണം നടത്തി അഗ്നിയുടെ ഭാര്യയായ സോഹയ്ക്ക് സമർപ്പിക്കുന്നു. മന്ത്രത്തിൽ സ്വാഹ എന്ന് പറയുന്നതിന്റെ ഔചിത്യം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. മൂകാംബികയിൽ വരുന്ന ഒരു വ്യക്തി സൗപർണികയിൽ പോയി മുങ്ങി നിവർന്ന് ശരീരവും മനസ്സും ഭക്തി സാന്ദ്രമാക്കാതെ മടങ്ങരുത്. സൗപർണിക നദിയും അതിനോട് ചേർന്ന പരിസരവും മനോഹരമാണ്. പക്ഷേ ഇപ്പോൾ പരിസരം അത്ര വൃത്തിയുള്ളതായി തോന്നിയില്ല. സാധാരണ വിശേഷ ദിവസങ്ങളിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നവരാത്രി, ന്യൂ ഇയർ ഒക്കെ ഇവിടെ ജനസമുദ്രമാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലൊക്കെ ഈ സമയം താമസ നിരക്കും കൂടുതലാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നതാകും ഉത്തമം. ഉദാഹരണത്തിന് തിങ്കളാഴ്ച വൈകുന്നേരം എത്തിയാൽ രാവിലെയും തൊഴുത് ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഇവിടെ നിന്ന് മടങ്ങാം. കാലമനുസരിച്ച് ഇവിടെ പ്രഭാതത്തിൽ സരസ്വതിയും ഉച്ചയ്ക്ക് ലക്ഷ്മിയും വൈകുന്നേരം കാളിയായും ആദിപരാശക്തി വ്യത്യസ്ത ഭാവങ്ങളിൽ നിലകൊള്ളുന്നു. പല പല ഹോട്ടലുകൾക്ക് നിരക്കുകൾ വ്യത്യസ്തമാണ്. നിരക്കുകൾ അറിയേണ്ടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നേത്രാവതി, വെറാവൽ, കൊച്ചുവേളി, ഗാന്ധിധാം എക്സ്പ്രസ് എന്നീ ട്രെയിൻ മാർഗത്തിലൂടെ നമുക്ക് മൂകാംബികയിൽ എത്തിച്ചേരാം. ബൈന്ദൂറാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ. ബൈന്ദൂരിലെത്തിയാൽ 37 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ കൊല്ലൂരിലെത്താം. ടാക്സിക്ക് 900 മുതൽ 1200 നിരക്കിൽ ലഭ്യമാണ്. കുറച്ചു ദൂരം നടക്കാൻ തയ്യാറായാൽ ബസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ മംഗലാപുരത്താണ് എത്തുന്നതെങ്കിൽ ബസ്സിൽ ഏകദേശം 149 കിലോമീറ്റർ സഞ്ചരിക്കണം. 2.5 മുതൽ 3 മണിക്കൂർ വരെ മംഗലാപുരത്ത് നിന്ന് കൊല്ലൂരിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. 3 ഭാവങ്ങളിൽ വിരാജിക്കുന്ന ആദിപരാശക്തിയായ മൂകാംബിക ദേവിയെ ദർശിക്കാൻ കഴിയുന്നത് പുണ്യമാണ്. അതുകൊണ്ട് തന്നെ മൂകാംബികയിൽ പോകാത്തവർ തീർച്ചയായും അവിടെ പോയി കണ്ണും മനസ്സും കുളിർപ്പിക്കുക. ഒരു കാര്യം തീർച്ചയാണ്, ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകാൻ മനസ്സാഗ്രഹിക്കുന്ന ഒരു പുണ്യക്ഷേത്രമാണ് മൂകാംബിക. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി എല്ലാ ന്യൂ ഇയറിലും എനിക്ക് അവിടെ എത്താൻ കഴിയുന്നത് തന്നെ ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം ശക്തി.
പരാശക്തി.